നമസ്കാരം. പ്രധാന വാർത്തകൾ. കുവൈത്തിലെ ഫർവാനയിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം, ഒരാൾ മരിച്ചു. തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമണം, അക്രമികളുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കാൻ ഉത്തരവ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു നടപടി. 60 ലക്ഷം രൂപ നൽകിയാൽ PSC അംഗത്വം നൽകാം. CPM നേതാവ് കോയ വാങ്ങിയെന്ന് പരാതി. കോഴിക്കോട് ടൗണിലെ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് പരാതി. ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിൽ ആഞ്ഞുവീശി ഫലസ്തീൻ തരംഗം, വീണത് ലേബർ പാർട്ടി സ്ഥാനാർത്ഥികൾ. 24 മണിക്കൂറിനിടയിൽ ഗസയിൽ കൊല്ലപ്പെട്ടത് 5 മാധ്യമപ്രവർത്തകർ. ഗസയിൽ ഇസ്രായേലിന്റെ അഴിഞ്ഞാട്ടം ആരംഭിച്ച ശേഷം 158 ഫലസ്തീൻ മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. വാർത്തകൾ വിശദമായി. കുവൈത്തിലെ ഫർവാനയിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം, ഒരാൾ മരിച്ചു. കുവൈത്തിലെ ഫർവാനയിൽ ശനിയാഴ്ച ഉച്ചയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരണം, നിരവധി പേർക്ക് പരിക്കേറ്റവരെ മെഡിക്കൽ അത്യാഹിത വിഭാഗത്തിന് കൈമാറി. ഫ്ളാറ്റിലെ 2ാമത്തെ നിലയിൽ 1ാമത്തെ അപ്പാർട്ട്മെന്റിന് പിടിച്ച തീ അഗ്നിശമന സേന എത്തിയാണ് അണച്ചത്. ജനറൽ ഫയർഫോഴ്സ് ആക്ടിംഗ് മേധാവി മേജർ ഖാലിദ് അബ്ദുള്ള ഫഹദ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമണം, അക്രമികളുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കാൻ ഉത്തരവ്. തിരുവമ്പാടി KSEB സെഷൻ ഓഫീസ് ആക്രമിച്ചവരുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ KSEB ചെയർമാന്റെ ഉത്തരവ്. അജ്മൽ, ഷഹദാദ് എന്നിവരുടെ വീട്ടിലെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. KSEBയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ആക്രമണത്തിന്റെ പേരിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നത്. ഇന്ന് രാവിലെ തിരുവമ്പാടി KSEB സെഷൻ ഓഫീസിൽ അക്രമികളെത്തി ജീവനക്കാരെ മർദ്ദിച്ചു. വെള്ളിയാഴ്ച റസാഖ് എന്നയാളുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം. ഇതിനെ തുടർന്ന് റസാഖിന്റെ മകനായ അജ്മലും സുഹൃത്ത് ഷഹദാദും ചേർന്ന് ലൈൻമാനെയും സഹായിയെയും ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ KSEB പോലീസിൽ പരാതി നൽകിയതിൻ്റെ പ്രതികാരമായാണ് KSEB ഓഫീസ് അടിച്ചു തകർത്തത്. വനിതാ ജീവനക്കാർക്ക് നേരെ അക്രമം നടത്തുകയും മലിനജലം ഒഴിക്കുകയും ചെയ്തെന്നാണ് പരാതിയിലുള്ളത്. അക്രമത്തിൽ 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതാണ് KSEBയുടെ വിശദീകരണം. അക്രമത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ 4 പേർക്ക് മർദ്ദനമേറ്റിരുന്നു. ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് അക്രമികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. 60 ലക്ഷം രൂപ നൽകിയാൽ PSC അംഗത്വം നൽകാം. CPM നേതാവ് കോയ വാങ്ങിയെന്ന് പരാതി. മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണമിടപാട് നടന്നത്. 60 ലക്ഷം രൂപ നേതാവ് ആവശ്യപ്പെടുകയും 22 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. PSC വിഷയത്തിൽ തീരുമാനമാകാത്തതിനെ തുടർന്ന് പരാതിക്കാരൻ പാർട്ടിക്ക് പരാതി നൽകി. കോഴ ഇടപാട് സംബന്ധിച്ച ശബ്ദരേഖയും മറ്റു രേഖകളും പരാതിക്കൊപ്പം പാർട്ടിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും അതേസമയം പോലീസിൽ പരാതി നൽകിയിട്ടില്ലെന്നും പരാതിക്കാരൻ പ്രസ്താവിച്ചു. തൻ്റെ പേരിൽ നടന്ന കുറ്റാരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് റിയാസും പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പാർട്ടി പരാതി വിശദീകരണം പരിശോധിച്ച ശേഷം പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതായി സൂചന. ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിൽ ആഞ്ഞുവീശി ഫലസ്തീൻ തരംഗം, വീണത് ലേബർ പാർട്ടി സ്ഥാനാർത്ഥികൾ. ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് അട്ടിമറി വിജയം. ലേബർ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ച സ്ഥാനാർത്ഥികൾക്ക് മികച്ച വിജയം നേടി. ലെസ്റ്റർ സൗത്തിൽ ഷൗക്കത്ത് ആദം, അയ്യൂബ് ഖാൻ, ബ്ലാക്ക്ബെർണിൽ ഹുസൈൻ, ഡിസ്നൻ ആൻഡ് ബാറ്റിനയിൽ മുഹമ്മദ് എന്നീ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ഗസ വിഷയ പ്രചാരണത്തിൽ ഉന്നയിച്ച മുൻ ലേബർ പാർട്ടി നേതാവ് ജെർമനി കോർബിനും സ്വതന്ത്രനായി വിജയം കണ്ടു. 24 മണിക്കൂറിനിടയിൽ ഗസയിൽ കൊല്ലപ്പെട്ടത് 5 മാധ്യമപ്രവർത്തകർ. ഗസയിൽ ഇസ്രായേലിന്റെ അഴിഞ്ഞാട്ടം ആരംഭിച്ച ശേഷം 158 ഫലസ്തീൻ മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഗസയിൽ 29 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 5 പേർ മാധ്യമപ്രവർത്തകരാണ്. സെൻട്രൽ ഗസയിൽ നുറൈനയിൽ നടത്തിയ ആക്രമണത്തിൽ 3 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഗസ സിറ്റിയിൽ നടത്തിയ ആക്രമണത്തിൽ മീഡിയ പ്രൊഫഷൻ കമ്പനിയുടെ സാദിയ മധു, അഹമ്മദ് സുക്കർ എന്നിവരും കൊല്ലപ്പെട്ടു. സർക്കാർ മീഡിയ ഓഫീസാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. നന്ദി, നമസ്കാരം.